ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഗെയിൻ നോളജ് മിഷന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ഫെബ്രുവരി 6 തീയതി വരെ നമ്മൾ കണ്ടു അല്ലെ. ഇനി അടുത്ത 3 ദിവസത്തെ കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. നമ്മൾ ഓരോ ദിവസത്തെയും ഓരോ മാസത്തെയും ഓരോ ദിവസത്തെയും കറണ്ട് അഫയേഴ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഫെബ്രുവരി 7 തീയതി മുതൽ 9 തീയതി വരെയുള്ള 3 ദിവസത്തെ കറണ്ട് അഫയേഴ്സുകൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഇപ്പൊ ഈ അടുത്തിടെ നമ്മൾ കേട്ടതാണ് അല്ലെ, റിസർവ് ബാങ്കിന്റെ ധനനയം അല്ലെ. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് റേറ്റുകളൊക്കെ നിശ്ചയിക്കേണ്ടത്. അപ്പൊ ഓരോ റേറ്റുകളായിട്ട് നമുക്ക് നോക്കാം, അതിൽ വന്ന വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് നോക്കാം ബാങ്ക് റേറ്റ്. ബാങ്ക് റേറ്റ് എന്നുള്ളത് ഇപ്പോ 6.5%. അതായത് 25 അടിസ്ഥാന പോയിന്റ് കുറച്ച് ഇപ്പൊ എത്രയാക്കി? 6.5. തൊട്ട് മുമ്പ് എത്രയായിരുന്നു? 6.75 ആയിരുന്നു. അപ്പൊ ബാങ്ക് റേറ്റ്, നിലവിലെ ബാങ്ക് റേറ്റ് എത്രയാണ്? 6.5. അതുപോലെ പ്രധാനപ്പെട്ട പോയിന്റ് റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റും 25 അടിസ്ഥാന പോയിന്റ് കുറച്ച് 6.25% ആക്കിയിട്ടുണ്ട്. അപ്പോൾ 6.5 ആയിരുന്നു. നമ്മൾ മുന്നത്തെ കറണ്ട് അഫയേഴ്സ് കണ്ടതാണ്. 6.5 ആയിരുന്നു റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞത്. ഇപ്പൊ എത്രയാക്കി കുറച്ചു? 6.25 ആക്കി കുറച്ചു. അതുപോലെ റിവേഴ്സ് റിപ്പോ റേറ്റിൽ 3.35 ആണ്. അതിൽ വലിയ മാറ്റമൊന്നുമില്ല. ഓക്കെ, അപ്പൊ 3 റേറ്റുകൾ പറഞ്ഞു: ബാങ്ക് റേറ്റ്, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്. ഓക്കെ, ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നിലവിൽ എത്രയാണ്? 6.5%. റിപ്പോ റേറ്റ് എത്രയാണ്? 6.25%. റിവേഴ്സ് റിപ്പോ റേറ്റ് എത്രയാണ് നിലവിലെത്തത്? 3.35%. അതുപോലെ CRR റേറ്റ് 4%, അതിൽ മാറ്റമില്ല. അതുപോലെ SLR റേറ്റ് നിലവിൽ 18%, അതിലും മാറ്റമില്ല. അപ്പോൾ ഈ 5 റേറ്റുകൾ എപ്പോഴും പഠിച്ചോണം, ഏത് പരീക്ഷകളിലും ചോദിക്കും. ഓക്കെ, അത് PSC മാത്രമല്ല, SSC നടത്തുന്ന പരീക്ഷകളാണെങ്കിലും അതിൽ സാമ്പത്തിക മേഖലയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പോയിന്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ബാങ്ക് റേറ്റ് 6%, റിപ്പോ റേറ്റ് 6.25%, റിവേഴ്സ് റിപ്പോ റേറ്റ് 3.35%, CRR റേറ്റ് 4%, SLR റേറ്റ് 18%. ഓക്കെ, അപ്പൊ ഈ റേറ്റുകൾ നിങ്ങൾ എഴുതി പഠിക്കാം. ഓക്കെ, അപ്പൊ തൊട്ട് മുന്നത്തെ പോയിന്റിൽ നിങ്ങൾ റിപ്പോ റേറ്റ് ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി എഴുതാൻ നിൽക്കേണ്ട, അതങ്ങ് വെട്ടിയിരുന്നാൽ മതി. അത് വെട്ടിയിരുന്നിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് പോയിന്റുകളായിട്ട് ഇതരങ്ങ് എഴുതി പഠിക്കും. അങ്ങനെ പഠിക്കുന്നതായിരിക്കും എളുപ്പം. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് കായിക മേഖല എന്നുള്ളതാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയ ഗെയിംസിൽ കേരളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ വ്യക്തി ആരാണ്? സജൻ പ്രകാശ്. അദ്ദേഹം ഇതുവരെ ദേശീയ ഗെയിംസിൽ 30 മെഡലുകളാണ് നേടിയത്. അപ്പോൾ ദേശീയ ഗെയിംസിൽ കേരളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ വ്യക്തി ആരാണ്? സജൻ പ്രകാശ്. ഓക്കെ, ഈ ദേശീയ ഗെയിംസിലല്ല, ഇതുവരെ നടന്ന ദേശീയ ഗെയിംസുകളെല്ലാം കൂടെ നോക്കുമ്പോൾ കേരളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത് ആരാണ്? സജൻ പ്രകാശ് ആണ്. അദ്ദേഹം 30 മെഡലുകളാണ് ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ നമ്മൾ മുന്നത്തെ ഒരു കറണ്ട് അഫയേഴ്സിൽ കണ്ടതാണ് 2025 AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയുടെ വേദി ഏതായിരുന്നു? ഫ്രാൻസ് അല്ലെ. ഫ്രാൻസിലെ പാരീസ് ആണ് 2025 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത്. അപ്പോൾ പാരീസ്. അപ്പോൾ നിങ്ങൾ ഫ്രാൻസ് എന്ന് എഴുതിയ ഒരു ബ്രാക്കറ്റ് പാരീസ് എന്നും കൂടെ അതിനോടൊപ്പം ചേർത്തോളൂ. അപ്പോൾ ഫെബ്രുവരി 10 മുതൽ 12 വരെയാണ് പാരീസിൽ ഈ AI ഉച്ചകോടി നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രാൻസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഫ്രഞ്ച് പ്രസിഡന്റിനെ കൂടെ നോക്കാം. ഇപ്പോഴത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് പേരാണ് ഇമ്മാനുവൽ മാക്രോൺ. ഇമ്മാനുവൽ മാക്രോൺ. ഇപ്പോഴത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് പേരെന്താണ്? ഇമ്മാനുവൽ മാക്രോൺ. അതുപോലെ നമ്മുടെ സംസ്ഥാന ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയായിരുന്നു സംസ്ഥാനത്ത് ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ പരിപാലിച്ചുകൊണ്ട് വിനോദസഞ്ചാരികൾക്ക് മിതമായ നിരക്കിൽ താമസ സൗകര്യം ഒരുക്കുന്ന ഒരു പദ്ധതി. ആ പദ്ധതിയുടെ പേരാണ് കെ ഹോം. കെ ഹോം. അപ്പോൾ സംസ്ഥാനത്ത് ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ പരിപാലിച്ച് വിനോദസഞ്ചാരികൾക്ക് മിതമായ നിരക്കിൽ താമസ സൗകര്യം ഒരുക്കുന്ന ഒരു സംസ്ഥാന സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് എന്ന് പറയുന്നത് കെ ഹോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ ദേശീയ തലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദേശീയ സഫായി കർമചാരി കമ്മീഷൻ, ദേശീയ സഫായി കർമചാരി കമ്മീഷൻ NCSK എന്ന് പറയും. ഇതിന്റെ കാലാവധി 2028 മാർച്ച് 31 വരെ നീട്ടി എന്നൊരു വാർത്ത അടുത്ത ദിവസം വരികയുണ്ടായി. എന്താണ് ദേശീയ സഫായി കർമചാരി കമ്മീഷൻ എന്ന് നമുക്ക് നോക്കാം. ഇതെന്ന് പറയുന്നത് ശുചിത്വ തൊഴിലാളികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനം സാധ്യമാക്കാനും ശുചിത്വ മേഖലയിലെ ജോലി സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും അപകടകരമായ ശുചീകരണ വേളയിൽ മരണനിരക്ക് 0 എന്ന നിലയിൽ കൈവരിക്കുക എന്നതൊക്കെയാണ് ഈ ഒരു NCSKയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് ഇതൊരു കമ്മീഷനാണ്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ശുചീകരണ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട അവരുടെ ആരോഗ്യ സുരക്ഷയും പിന്നെ വേതനം ഉൾപ്പെടെയുള്ള, അതേപോലെ അവരുടെ തൊഴിൽ സാഹചര്യങ്ങൾ ഇതൊക്കെ പഠിക്കുക എന്നതാണ് ഈ ദേശീയ സഫായി കർമചാരി കമ്മീഷന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദേശീയ സഫായി കർമചാരി കമ്മീഷന്റെ കാലാവധി 2028 വരെ നീട്ടിയിട്ടുണ്ട്.
ഇത് 1993 ദേശീയ സഫായി കർമ്മചാരി കമ്മീഷൻ ആക്ട് പ്രകാരം രൂപീകരിച്ചതാണ്. 1993 ദേശീയ സഫായി കർമ്മചാരി കമ്മീഷൻ ആക്ട് ഒക്കെ നിലവിൽ വരുന്നത്. 1994 ഓഗസ്റ്റിലാണ് ഈ ദേശീയ സഫായി കർമ്മചാരി കമ്മീഷൻ ആദ്യമായിട്ട് രൂപീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ കാലാവധി എന്തുവരെ നീട്ടി? 2028 വരെ നീട്ടി. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, ദേശീയ സഫായി കർമ്മചാരി കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശുചീകരണ തൊഴിലാളികളുടെ ജീവിത സാഹചര്യവും വേതനവും പിന്നെ അവരുടെ ആരോഗ്യ സുരക്ഷയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പഠനമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചിരിക്കുന്ന ഒരു കമ്മീഷനാണ്. ഓക്കെ, ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നോക്കാം. ബിംസ്റ്റെക്കിന്റെ ഈ വർഷത്തെ ഡിജിറ്റൽ കോൺക്ലേവ് നടന്നത് ശ്രീലങ്കയിലെ കൊളംബോയിലാണ്. ഇവിടെ ശ്രീലങ്കയിലെ കൊളംബോയിലാണ് ബിംസ്റ്റെക് ഡിജിറ്റൽ കോൺക്ലേവ് നടന്നത്. ഓക്കെ, ബിംസ്റ്റെക് ഡിജിറ്റൽ കോൺക്ലേവിനെ പറ്റി അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയില്ല. പക്ഷേ നമുക്ക് അന്താരാഷ്ട്ര സംഘടനകൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലോകചരിത്രം ഭാഗത്തിൽ ഒരു ഭാഗം PSC ഉൾപ്പെടുത്തി പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ചോദിക്കാവുന്ന ഒന്നാണ് ബിംസ്റ്റെക്. അപ്പൊ എന്താണ് ബിംസ്റ്റെക് എന്ന് നമുക്ക് നോക്കാം. ബിംസ്റ്റെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം ആദ്യം പറയാം. ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ എന്നതാണ് ബിംസ്റ്റെക് ഒരു സംഘടനയുടെ ഫുൾ ഫോം. ഇതൊരു അന്താരാഷ്ട്ര സംഘടന, ഒരു ആഗോള സംഘടനയാണ് എന്ന് പറയുന്നത് ബിംസ്റ്റെക് എന്ന് പറയുന്നത്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ: ബംഗാൾ ഉൾക്കടലിന്റെ തീരദേശ രാജ്യങ്ങൾ തമ്മിൽ സാമ്പത്തികവും സാങ്കേതികവുമായ സഹകരണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് 1997 ഇത് രൂപീകരിക്കുന്നത്, ബിംസ്റ്റെക് രൂപീകരിക്കുന്നത്. ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ വാണിജ്യ വ്യാപാര വളർച്ച, പിന്നെ ഗതാഗത ബന്ധം മെച്ചപ്പെടുത്തൽ, ഊർജ്ജ മേഖലയിലെ സഹകരണം, അതുപോലെ ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ പിന്നെ ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടപ്പാക്കുക, കാലാവസ്ഥാ വ്യതിയാനം തടയുക, പിന്നെ സാംസ്കാരിക സഹകരണം ഇതൊക്കെ ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് ഈ ബിംസ്റ്റെക്കിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു അന്താരാഷ്ട്ര സംഘടനയാണ്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ബംഗാൾ ഉൾക്കടലിന്റെ തീരദേശ രാജ്യങ്ങളാണ് മിക്കവാറും ഈ ബിംസ്റ്റെക്കിനകത്ത് ഉൾപ്പെട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ ആസ്ഥാനം വരുന്നത് ബംഗ്ലാദേശിലെ ധാക്കയിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അംഗരാജ്യങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ബിംസ്റ്റെക്കിലെ ഇപ്പോഴത്തെ അംഗരാജ്യങ്ങളാണ് ബംഗ്ലാദേശ്, ഭൂട്ടാന്, ഇന്ത്യ, മ്യാൻമർ, നേപ്പാൾ, ശ്രീലങ്ക, തായ്ലൻഡ്. ഇവരൊക്കെയാണ് ഈ ബിംസ്റ്റെക്കിൽ ഇപ്പോൾ ഉള്ള അംഗരാജ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ബിംസ്റ്റെക് നിലവിൽ വന്ന വർഷം 1997. ഓക്കെ, അപ്പോൾ ബിംസ്റ്റെക്കിലെ അംഗരാജ്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ആരൊക്കെയാണ്? ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മ്യാൻമർ, നേപ്പാൾ, ശ്രീലങ്ക, തായ്ലൻഡ്. ഇവരൊക്കെയാണ് ബിംസ്റ്റെക്കിലെ അംഗരാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ബിംസ്റ്റെക്കിന്റെ ആദ്യത്തെ യൂത്ത് ഉച്ചകോടി, ഓക്കെ, പ്രഥമ ബിംസ്റ്റെക് യൂത്ത് ഉച്ചകോടിയുടെ വേദിയായത് ഗുജറാത്തിലെ ഗാന്ധിനഗറാണ്. ഗുജറാത്തിലെ ഗാന്ധിനഗറാണ് ആദ്യത്തെ ബിംസ്റ്റെക് യൂത്ത് ഉച്ചകോടിയുടെ വേദി. ഓക്കെ, ആ പോയിന്റോടെ ജസ്റ്റ് നോട്ട് ചെയ്യാം. അടുത്ത ഒരു പുരസ്കാരമാണ് 2023 കേരള ശാസ്ത്ര പുരസ്കാരം കരസ്ഥമാക്കിയിരിക്കുന്നത് ISROയുടെ മുൻ ചെയർമാനായ S സോമനാഥാണ്. അപ്പോൾ 2023 കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായിരിക്കുന്ന ആരാണ്? S സോമനാഥ്. ISRO മുൻ ചെയർമാനായ S സോമനാഥ്. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് ഒരു കൂട്ടം രാജ്യത്തെ പരിചയപ്പെടാം. അതായത് ബാൾട്ടിക് നേഷൻസ് എന്ന് പറയും. ബാൾട്ടിക് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ് എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ. എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ എന്നിങ്ങനെയുള്ള 3 രാജ്യങ്ങളെയാണ് എന്ന് പറയുന്നത് ബാൾട്ടിക് രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ബാൾട്ടിക് രാജ്യങ്ങൾ എന്ന് അവരുമായിട്ട് വന്നൊരു വാർത്ത ഇതാണ്: അവര് റഷ്യൻ പവർ ഗ്രിഡ് വൈദ്യുതി ബന്ധം അവസാനിപ്പിച്ചു. ഒഫീഷ്യലായിട്ട് റഷ്യൻ പവർ ഗ്രിഡ് വൈദ്യുതി ബന്ധം അവസാനിപ്പിച്ചു എന്നതാണ് അവരുമായി ബന്ധപ്പെട്ട് വന്ന വാർത്ത. അതുപോട്ടെ, പക്ഷെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഏതൊക്കെയാണ് ബാൾട്ടിക് രാജ്യങ്ങൾ. ചില പരീക്ഷയ്ക്ക് ചോദിക്കാം തന്നിരിക്കുന്നവയിൽ ബാൾട്ടിക് രാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്. കാരണം പണ്ട് സ്കാൻഡിനേവിയൻ നേഷനൊക്കെ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. അതുപോലെ ചോദിക്കാം തന്നിരിക്കുന്നവയിൽ ബാൾട്ടിക് നേഷൻസിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ. 3 രാജ്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഓപ്ഷൻ ഇടാനും വളരെ എളുപ്പമാണ്. ഏതെങ്കിലും ഒരു രാജ്യം കൂടെ അതിനോടൊപ്പം ചേർത്താൽ മതി. അപ്പോൾ എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ എന്നീ 3 രാജ്യങ്ങളാണ് ഇതെന്നറിയപ്പെടുന്നത് ബാൾട്ടിക് രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് ബാൾട്ടിക് കടലിന്റെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ 3 യൂറോപ്യൻ രാജ്യങ്ങളാണ് എന്ന് പറയുന്നത്. ലാത്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ. അതുകൊണ്ടാണ് ഇതിനെ ബാൾട്ടിക് രാജ്യങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ബാൾട്ടിക് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന 3 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ. ഓക്കെ, അതുപോലെ ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം. നമ്മുടെ ഇപ്പോൾ കുംഭമേളയൊക്കെ നടക്കുകയാണ് അല്ലേ? UP-യിൽ മഹാകുംഭമേളയൊക്കെ നടക്കുന്ന കാര്യം നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടതാണ്. ആ കുംഭമേളയുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന ഒന്നാണ് ത്രിവേണി സംഗമം അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം ത്രിവേണി സംഗമത്തിൽ ഉൾപ്പെടുന്ന നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഗംഗ, യമുന, സരസ്വതി ഈ 3 നദികളാണ് ഇതിൽ വരുന്നത് ത്രിവേണി സംഗമത്തിൽ ഉൾപ്പെടുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാം തന്നിരിക്കുന്നവയിൽ ത്രിവേണി സംഗമത്തിൽ ഉൾപ്പെടാത്ത നദി ഏത്.
കാരണം ഇപ്പോൾ കുംഭമേളയൊക്കെ നടക്കുന്നത് കൊണ്ട് എടുത്തു പറഞ്ഞതാണ്. അപ്പോൾ ശ്രദ്ധിച്ചോളുക, ത്രിവേണി സംഗമത്തിൽ ഉൾപ്പെടുന്ന നദികളാണ് ഏതൊക്കെ? ഗംഗ, യമുന, സരസ്വതി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫെബ്രുവരി 7 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് നോക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്ത് പഠിക്കുക. നമ്മളുടെ കറണ്ട് അഫയേഴ്സുകൾ നമ്മളുടെ പ്ലേലിസ്റ്റിൽ കറണ്ട് അഫയേഴ്സ് 2025 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ജനുവരി 1 മുതൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നവംബർ ഡിസംബർ മാസങ്ങളിൽ കറണ്ട് അഫയേഴ്സ് 2024 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് നോക്കുക. ഇനി ഈ വീഡിയോസ് കാണാൻ സമയമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഇ ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഓരോ മാസത്തെയും ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ തിരിച്ചു. നമ്മളിപ്പോൾ ഇതിൽ കറണ്ട് അഫയേഴ്സ് ഓരോന്ന് തരുന്നത് വെച്ചാൽ നമ്മൾ ഓരോ ദിവസത്തെയും പോയിന്റുകളായിട്ട് തരുന്നുണ്ട്. പക്ഷേ ഇതിനെ സെപ്പറേറ്റ് ടോപ്പിക് വൈസ് ആക്കി തന്നെ ഇന്ത്യ, കേരളം, ലോകം, കായികം, കലാ, സാംസ്കാരികം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിഭാഗങ്ങളായിട്ട്, അതുപോലെ പ്രധാന ദിനങ്ങൾ, ഇതെല്ലാം ചേർത്തുകൊണ്ട് സെപ്പറേറ്റ് സിലബസ് അനുസരിച്ചുള്ള ടോപ്പിക് വൈസ് ആക്കി തന്നെയാണ് നമ്മൾ ഇ ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇ ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു മാസത്തേക്ക് 25 രൂപ മാത്രമേ ആകെ നിങ്ങൾക്ക് ചിലവുള്ളൂ. അപ്പോൾ ടോപ്പിക് വൈസ് PSC സിലബസ് പ്രകാരമുള്ള ഇ ബുക്കുകൾ നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇത് ഡെയിലിയും കണ്ട് എഴുതി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പൈസയും ലാഭമാണ്. സുഖമായിട്ട് പോയിന്റുകളെല്ലാം കുറിച്ചെടുത്ത് പോകാം. ഇനി അതല്ല ഇതിനൊന്നും സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ മാസം കഴിയുമ്പോൾ നമ്മൾ അടുത്ത മാസം 15-ാം തീയതിക്ക് മുമ്പായിട്ട് ഇ ബുക്ക് പബ്ലിഷ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങൾക്ക് ഇമെയിലിലൂടെ തന്നെ അത് ലഭ്യമാക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതാകുമ്പോഴത്തേക്ക് ടോപ്പിക് വൈസ് കിട്ടുകയും ചെയ്യും. ഒരു മാസം ഒന്നിച്ച് പഠിക്കണം എന്നൊരു ജോലി മാത്രമേ അവിടെ വരൂ. ഓക്കെ, അപ്പോൾ പരീക്ഷ എടുക്കുമ്പോൾ കറണ്ട് അഫയേഴ്സ് തപ്പി ഓടി നടക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴെങ്കിലും അപ്ഡേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പരീക്ഷയിൽ 10 മാർക്കിൽ 8 മാർക്കെങ്കിലും കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ നമുക്ക് ഈസി ആയിട്ട് നേടിയെടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ബുക്കൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവരാണോ, കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇതിൽ ബന്ധപ്പെടുക. അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. യൂണിഫോം കോഴ്സ് തയ്യാറെടുക്കുന്നവർക്ക് CPO, എക്സൈസ്, പിന്നെ പോലീസ്, SI ഇങ്ങനത്തെ വിഭാഗങ്ങളിലൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമായിട്ടുള്ള ക്ലാസ് മതി എന്നുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കുക. രാത്രി 10 മണി മുതൽ 11 മണി വരെയാണ് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ബാച്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് കണ്ടൻറ്റൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അതുപോലെ നമ്മളുടെ ഇത് കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റുകളൊക്കെ പറയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു അധ്യായമായി വീണ്ടും കാണാം. താങ്ക്